ഗ്രാൻഡ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ച് നല്ലൊരു സ്നാക്ക് തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റണ നല്ലൊരു സ്നാക്കാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ബ്രെഡ് പീസുകളെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കൈ വെച്ച് തന്നെ പൊടിച്ചെടുത്താൽ മതിയാകും. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇതിൻ്റെ ഈ ബ്രെഡ് പീസുകളുടെ ബ്രൗൺ പാർട്ടൊക്കെ ഒന്ന് മാറ്റണം എന്ന് ഉള്ളവർക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യണില്ല, അല്ലാതെ തന്നെ എല്ലാം എടുക്കുകയാണ്. ഇത്രയൊക്കെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും പൊടിഞ്ഞാൽ മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കണം. പാലെന്ന് പറഞ്ഞാൽ അധികം പാലൊന്നും വേണ്ട, കൂടി വന്ന ഒരു 2-3 സ്പൂണ് പാലിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ആദ്യം കുറച്ച് പാലൊഴിച്ച് വേണം നമുക്ക് ഇത് കുഴച്ച് നോക്കാനായിട്ട്. കുറച്ച് പാലൊഴിച്ച് വേണം ചെയ്യാനായിട്ട്. 2-3 സ്പൂണ് പാല് കഷ്ടിച്ച് മതിയാകും. പാലിതായി അതുപോലെ തന്നെ ബാക്കിയുണ്ട്. വളരെ കുറച്ച് പാലേ ഇതിന് ആവശ്യമുള്ളൂ. ബ്രെഡ് നനഞ്ഞ് കുഴഞ്ഞ് വരാനായിട്ട് അധികം പാലിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് ചപ്പാത്തി മാവിൻ്റെ ആ പരുവത്തിൽ ആയിട്ട് നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് ഇതുപോലെ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് പാല് തന്നെ ഒഴിച്ച് കുഴക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടും കുഴച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ ഒരു സമയം, കുഴച്ചെടുക്കുന്നതും ഒരു ഫില്ലിങ് തയ്യാറാക്കണം. ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്യണം. അത്രയാണ് ഇതിന് വേണ്ട ഒരു സമയം. ആകെ 10 മിനിറ്റ് കഷ്ടി മതിയാകും. നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. ഫില്ലിങ്ങിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓരോന്നായിട്ട് എടുക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ബദാമും ചതച്ചതാണ്. ഒരു 4 കാഷ്യൂ ഉണ്ട്, 4 ബദാമും ഉണ്ട്. അത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് കുറച്ച് മുന്തിരിയാണ്, ഉണക്കമുന്തിരി. അതിനെ ചെറുതായിട്ടൊന്ന് നുറുക്കി എടുത്തേക്കണതാണ്. ഇതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തേങ്ങയാണ്. ഒരു 2 സ്പൂണോളം തേങ്ങ ഉണ്ടാവും, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒത്തിരി മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ചെറിയൊരു മധുരം കിട്ടിയേച്ചാൽ മതി. ഇനി ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് റവയാണ്. 2 സ്പൂൺ റവ കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഏലക്കായ ഇട്ട് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫാക്കിയേക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ തന്നെ ഇരുന്നാൽ ഒരു പക്ഷേ കൂടുതൽ ഫ്രൈ ആയി പോകും. അതുകൊണ്ട് ഈ പാനിൽ നിന്ന് പാനിൽ ഇരുന്ന് കഴിയുമ്പോൾ പാൻ നല്ല ചൂടായിട്ടിരിക്കുകയാണല്ലോ, നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചേക്കണ മാവ് എടുത്തിട്ട് അതിൽ നിന്ന് ഓരോ ചെറിയ പീസുകൾ ആക്കിയെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കണ പോലുള്ള ഓരോ ചെറിയ പീസ്, അത്രയൊന്നും വലിപ്പം വേണ്ട, ചെറുതാക്കി എടുത്താൽ മതി. ഇതേ ഷേപ്പിൽ
ഇതുപോലെ ഉള്ളൊന്ന് കുഴിച്ച് എടുത്തതിന് ശേഷം ഈ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഫില്ലിങ് വേണമെങ്കിൽ ഇതിപ്പോൾ ഒരു സ്വീറ്റായിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയെന്നുള്ളൂ. ഇത് വേണമെങ്കിൽ ഒരു മസാല ടേസ്റ്റിലൊക്കെ വെജിറ്റബിൾസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നോൺ വെജ് ആയിട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇത് ഒരല്പം പാല് ഈ സൈഡിൽ കൂടെ ഒന്ന് തൊട്ട് കൊടുത്തിട്ട്, പാല് വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്താലും മതി. ഇതിൻ്റെ ചുറ്റും ഒന്ന് തൊട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ആ ബാക്കിയുള്ള മാവും കൊണ്ട് ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. ഈ ഷേപ്പിലാക്കിയെടുക്കാം. നമ്മൾ 5 പീസ് കൊണ്ട് 5 സ്നാക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ഇവിടെ ചൂടാവാനായിട്ട് വച്ചിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ചിട്ട് വേണം ഇത് ഇടാനായിട്ട്. എന്നാലാണ് ഇതിൻ്റെ ഇതിലെല്ലാം വെന്തിട്ടുള്ള സാധനങ്ങളാണ്. എന്നാലും ഇതിൻ്റെ പുറം പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇടാൻ എന്ന് പറയുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. മീഡിയത്തിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് വേണം ഇടാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറം ബ്രൗൺ നിറത്തിലായി വരരുത്. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് പതുക്കെ സാവധാനത്തിൽ വേണം ബ്രൗൺ നിറത്തിലാക്കിയെടുക്കാനായിട്ട്. ഒന്ന് നന്നായിട്ട് മൊരിയിച്ച് എടുക്കണം, എന്നാലാണ് അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇതിൻ്റെ ഷേപ്പ് ബോൾ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ആ ഷേപ്പിലൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതെടുക്കാം. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.